ടു എ ഡേ ഇൻ മൈ ലൈഫ്. ഇന്നത്തെ മെയിൻ ഞാനാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് എൻ്റെ ഒരു ഡേ എങ്ങനെയാണ് പോകുന്നതെന്ന് കാണിച്ചു തരാം. പിന്നെ നിങ്ങളുടെ മുമ്പിൽ നല്ല കുട്ടിയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്ന് പതിവില്ലാണ്ട് 6:30 മണിക്ക് തന്നെ എണീറ്റിട്ടുണ്ടേ. ഇത്രയും നേരത്തെ എണീച്ച ശീലമൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് തന്നെ തിരിയുന്നുണ്ടായിട്ടില്ല ഞാൻ എന്താ ചെയ്യണ്ടേ. പിന്നെ കുറേ സമയം ഓഡിയോ നോക്കി എന്തോ ആലോചിച്ചിട്ട് ഇങ്ങനെ ഇരുന്നു. പിന്നെ ഇന്നത്തെ ദിവസം ഉമ്മിക്കും ഉപ്പാക്കും എന്തെല്ലാം പണി കൊടുക്കണം അതിനെക്കുറിച്ചിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഒരു പ്ലാനും റെഡിയാക്കി. പ്ലാനിൽ റെഡിയായപ്പോൾ പിന്നെ ഞങ്ങൾക്ക് ഒരു ഉഷാറ് വന്നു. പിന്നെ കൂടുതൽ സമയം വേസ്റ്റ് ആക്കാണ്ട് ബെഡിൽ നിന്ന് ഞാൻ വേഗം അങ്ങോട്ട് എണീച്ച് ആദ്യം തന്നെ ഞാൻ പോയി കർട്ടൻ റെഡിയാക്കുന്നതാണ്. സാധാരണ ഡേ ഇൻ മൈ ലൈഫിലെല്ലാം അങ്ങനെയല്ലേ. പിന്നെ പതിവില്ലാണ്ട് ഉമ്മ എന്നെ വീഡിയോ എടുക്കുന്നുണ്ടപ്പോൾ ഞാൻ കുറച്ച് ക്യൂട്ട്നെസ് ഒക്കെ ഇട്ടെടുക്കുന്നുണ്ട്. ക്യൂട്ടായിട്ടില്ലേ? ഇനിയിപ്പോൾ അടുത്ത പണി എന്താണെന്ന് വെച്ചാൽ റൂമിലെ ലൈറ്റെല്ലാം കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അതിനിപ്പോൾ ഓണാക്കിയിട്ടും ഓഫാക്കിയിട്ട് കുറച്ച് സമയം കളിച്ച് നോക്കിയാൽ മതി. അപ്പം മനസ്സിലാവും വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ. അല്ലെങ്കിൽ പിന്നെ രാത്രി ആകുമ്പോൾ നമ്മൾ ഇരുട്ടത്തായി പോവില്ലേ. രാവിലെ തന്നെ ഞാൻ കഷ്ടപ്പെട്ട് ഓരോ പണി തീർക്കുന്ന കണ്ടിട്ട് നല്ല ഉറക്കത്തിലായിരുന്നു ഉപ്പ. ഒന്ന് എന്നെ തിരിഞ്ഞു നോക്കിയിട്ട് പിന്നെ ഉറങ്ങാൻ പോയി. ഉപ്പാക്കെല്ലാം ഗുഡ് ബോയ് ആയിട്ട് രാവിലെ എണീച്ചൂടെ. പിന്നെ ലൈറ്റെല്ലാം വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ള അപ്രൂവൽ ഉമ്മാക്ക് കൊടുത്തിട്ട് ഇങ്ങോട്ടേക്ക് തിരിയുമ്പോഴത്തേക്കും ഞാൻ ബാക്ക് അടിച്ചിട്ട് ചെറുതായിട്ടൊന്ന് വീണു കൈസ്. പിന്നെ അതിലൊന്നും തോറ്റെടുക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ എങ്ങനെയല്ല വീണ്ടും വലിഞ്ഞു കയറി. ഇനിയിപ്പോൾ എൻ്റെ ഡോളിനെല്ലാം ഉറക്കമെന്ന് എണീപ്പിച്ച് വലിച്ചങ്ങോട്ട് താഴെ ഇടണം. ഞാൻ എണീച്ചിട്ട് പിന്നെ അങ്ങനെ ആരും ഈ വീട്ടിൽ ഉറങ്ങണ്ട. ഇതെല്ലാം ഉമ്മാക്ക് കറക്റ്റായിട്ട് വീഡിയോയിൽ കിട്ടുന്നില്ലെന്ന് ഞാൻ നോക്കുന്നുണ്ടായിന് ഗൈസ്. അന്നാടെ കുറേ സമയം നിർത്തിയാൽ ശരിയാവില്ല എന്ന് പറഞ്ഞ് ഉമ്മാനെ കൊണ്ടുപോയി പല്ലേച്ച് മുഖമെല്ലാം കഴുകി കൊണ്ടുവന്നിട്ട് കുടിക്കാൻ കുറച്ച് വെള്ളം തരുന്നുണ്ട്. പിന്നെ ഇന്ന് കഴിക്കാൻ എനിക്ക് പുഴുങ്ങിയ മുട്ടയാണ്. പൊതുവേ മുട്ടയൊന്നും കഴിക്കാൻ എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല. ഉമ്മ കഷ്ടപ്പെട്ട് പുഴുങ്ങി കൊണ്ടു തന്നാലും ഞാൻ 2 വായ തിന്നിട്ട് 3 വായ തുപ്പലാണ് ചെയ്യൽ. പിന്നെ ഇന്ന് വീഡിയോയിൽ എടുക്കുന്നുണ്ട് ഗുഡ് ബോയ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫുൾ മുട്ട തിന്നിട്ടുണ്ടായിന് ഗൈസ്. അതുകൊണ്ട് എൻ്റെ ഉമ്മക്ക് ഒന്നിന് പിറകെ ഒന്നായിട്ട് ഓരോ സർപ്രൈസാണ് ഗൈസ്. രാവിലെ എണീക്കുന്നത്, മുട്ട കഴിക്കുന്നത്. എൻ്റെ ഉമ്മ എന്നെ വിചാരിക്കുന്നുണ്ടാവും ഇനി മുതൽ എന്നും ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന്. അതിൻ്റെ ഇടയിൽ പിന്നെ ഞാൻ ഉമ്മക്ക് കൈമുട്ടി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ പുറത്തേക്ക് നോക്കുമ്പോൾ ഒരു ഫ്ലൈറ്റ് പോകുന്നുണ്ട്. പിന്നെ ഉമ്മക്ക് ആ ഫ്ലൈറ്റും കൂടി കാണിച്ചു കൊടുത്ത് ഉമ്മ ഇതെല്ലാം കണ്ടിട്ട് അവിടുന്ന് ചിരിച്ച് മയങ്ങുന്നുണ്ടായിനെ. ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഉമ്മ എനിക്ക് കുപ്പായെല്ലാം മാറ്റി തന്ന് എന്നെ മുഞ്ചാക്കിയിട്ടുണ്ടായിന്. പിന്നെ ഞാൻ എൻ്റെ ഡ്യൂട്ടി കണ്ടിന്യൂ ചെയ്യാൻ നേരെ അടുക്കളയിലേക്ക് വന്ന് ആദ്യം തന്നെ ആ കാസറോൾ വലിച്ച് താഴെട്ട്. ഉമ്മാനോട് ഞാൻ എപ്പം പറയും ഇത് അടുക്കളയിൽ വെക്കാറ്, ഇത് എൻ്റെ ടോയാണ്, ഇത് ഹോളിൽ വെക്കണം. ഉമ്മ പറഞ്ഞാൽ തീരെ കേൾക്കില്ല. പിന്നെ ഞാൻ ഈ കാസറോൾ എടുക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഉമ്മ വേറെ പല പുതിയ ടോയ്സും വാങ്ങിയിട്ട് എൻ്റെ മനസ്സ് മാറ്റാൻ ശ്രമിക്കലുണ്ട്. പക്ഷെ ഞാൻ അതിലൊന്നും വീഴില്ല. ഞാനും ഈ കാസറോളും തമ്മിൽ അങ്ങനത്തെ ഒരു ബന്ധമാണ്. ടോയ്സിൽ വേണമെങ്കിൽ ഉമ്മ ദോശ ചുട്ട് വെച്ചോട്ടെ, പക്ഷെ കാസറോള് അത് ഐസോട്ടൻ്റെ മാത്രമാണ്. പിന്നെ എൻ്റെ അടുത്ത കലാപരിപാടി എന്താണെന്ന് വെച്ചാൽ ഈ സ്പീക്കറിൽ പാട്ട് വെച്ചേരാൻ വേണ്ടി പറഞ്ഞിട്ട് കരയലാണ്. ഇത് ഐസോട്ടൻ്റെ ജീജു ബർത്ത്ഡേക്ക് സർപ്രൈസ് ഗിഫ്റ്റ് തന്നതാണ്. ഇത് കിട്ടിയപ്പോൾ തൊട്ട് ഇതിൽ പാട്ട് വെച്ച് ഡാൻസ് കളിക്കലാണ് എൻ്റെ ഹോബി. ബേസിക്കലി ഞാനൊരു ഡാൻസറാണ് ഗായ്സ്. ഉമ്മി പറയും ഹൈസൂട്ടന് ഉമ്മിൻ്റെ കൈവാ കിട്ടേനെ, അപ്പോൾ ഉപ്പ പറയും അല്ല ഉപ്പാൻ്റെ കൈവാ കിട്ടേനെ. പക്ഷെ ഞാൻ പറയും ഇവർക്ക് രണ്ടാക്കും ഒരു കഴിവുമില്ല, ഐസൂട്ടൻ്റെ കൈവാ കിട്ടേനെ. പാട്ടെന്ന് പറയുമ്പോൾ കാത്തുപൂച്ചൻ്റെയോ കുഞ്ഞിക്കുരുവിൻ്റെയോ പാട്ടൊന്നുമല്ല. എനിക്ക് നല്ല മാസ പാട്ട് തന്നെ വേണം ഗൈസ് ഡാൻസ് കളിക്കാൻ, എന്നാലേ വൈബ് സെറ്റാവുള്ളൂ. ഡാൻസ് എല്ലാം കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ എന്തെങ്കിലും ടോയ്സ് വെച്ച് ഞാൻ ഇവിടെ ഇരുന്ന് കുറച്ച് സമയം കളിക്കും. അതായത് 5-10 മിനിറ്റ്. അതും ഞാൻ ഒറ്റക്കൊന്നും കളിക്കില്ല. എനിക്ക് മിണ്ടിയും പറഞ്ഞിരിക്കാൻ ആരെങ്കിലും എല്ലാം അറിയത്ത് വേണം. പിന്നെ എനിക്ക് ആരും കമ്പനി തരുന്നില്ല എന്നാണെങ്കിൽ ഞാൻ നേരെ അടുക്കളയിലേക്ക് വണ്ടി വിടും. പിന്നെ ഉമ്മിൻ്റെ ബാക്കിലേ നടന്ന് അന്നെ എടുക്കാൻ പറഞ്ഞ് ഒരേ കരച്ചിലായിരിക്കും. ഇത് കേട്ടിട്ട് ഉപ്പ വന്നിട്ട് എനിക്ക് അവിടെ ഇരുന്നിട്ട് കമ്പനി തരും. എന്നോടാ കളി. ഉപ്പ ഫ്രഷ് ആവാൻ പോയിട്ട് ഇന്ന് ഉമ്മിയാണ് എൻ്റെ കൂടെ ഇരുന്നിട്ട് കളിക്കുന്നത്. ഉമ്മി കാര്യമായിട്ട് ഞാൻ കളിക്കുന്നല്ല വീഡിയോയിൽ ഷൂട്ട് ചെയ്യുന്നുണ്ട്. എന്ത് ചെയ്യാനാ ഗൈസ്, സെലിബ്രിറ്റി ആയി പോയില്ലേ. പിന്നെ ഞാൻ എൻ്റെ ഓരോ ടോയ്സ് ഉമ്മാക്ക് ഇങ്ങനെ കൊണ്ടു കൊടുക്കുന്നുണ്ട് കളിക്കാൻ വേണ്ടിയിട്ട്. 1 മിനിറ്റ് കഴിഞ്ഞാൽ ഞാൻ തന്നെ കരഞ്ഞിട്ട് ഇതെല്ലാം തിരിച്ചു വാങ്ങും. ഇതാണ് എൻ്റെ മെയിൻ കളി. ഇങ്ങനെ കുറച്ച് സമയം കളിക്കുമ്പോഴത്തേക്ക് ഉമ്മാക്ക് ബോറടിച്ച് തുടങ്ങും. അപ്പോൾ ഉമ്മ മെല്ലെ അന്നയുടെ ഒറ്റക്കാക്കിയിട്ട് സ്കൂട്ടാവും.
കുറച്ച് കഴിഞ്ഞപ്പോൾ ഉമ്മ പ്ലേറ്റിൽ കുറച്ച് ഉപ്മാവെല്ലാം എടുത്തിട്ട് വന്നിട്ട് എനിക്ക് തിന്നാൻ തരുന്നുണ്ട്. അപ്പോൾ ഇന്നിവിടെ ഉപ്മാവായിരിക്കും നാസ്ത. ഉമ്മക്ക് രാവിലെ തന്നെ കേക്ക്, പുഡിങ് അങ്ങനെ എന്തെങ്കിലും സിമ്പിളായിട്ട് ഉണ്ടാക്കിക്കൂടെ. എനിക്കാണെങ്കിൽ മധുരത്തിനോടാണ് താല്പര്യം. പിന്നെ തിന്നാൻ തരുന്നതിൻ്റെ ഇടയിൽ ഉമ്മാനോട് കൈമുട്ടാനും ഡാൻസ് കളിക്കാനും എല്ലാമായിട്ട് പറയുന്നുണ്ട്. ഉമ്മ എൻ്റെ വലിയൊരു ഫാനാണ്. കലാപരമായി എനിക്ക് വളരെയധികം സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫാമിലിയാണ് ഗൈസ് എൻ്റെത്. ഞാൻ ഈ ഡാൻസ് കളിക്കുന്നതെല്ലാം ഷൂട്ട് ചെയ്തിട്ട് ഉപ്പയും ഉമ്മയും യൂട്യൂബിൽ ഇട്ടുന്ന എൻ്റെ ഉപ്പ് അറിഞ്ഞില്ലെങ്കിൽ ഉപ്പിന് അറ്റാക്ക് വരും ഗൈസ്. ഫുഡ് തന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ഉമ്മ എന്നെ നൈസായി മടിയിൽ പിടിച്ചിരുത്തി ട്രാപ്പാക്കിയിട്ട് എൻ്റെ നഖം മുറിക്കലാണ് ഗൈസ്. ഞാനാണെങ്കിൽ ഇത് കഷ്ടപ്പെട്ട് വളർത്തി മൈലാഞ്ചെല്ലിട്ട് സെറ്റാക്കാനുള്ള ഒരു പ്ലാനാണോ എന്ത് ചെയ്യാനോ ഉമ്മ എന്നെ സമ്മതിക്കുന്നില്ല ഗൈസ്. പിന്നെ ഞാനിവിടെ അടങ്ങിയിരിക്കാൻ വേണ്ടിയിട്ട് അപ്പുറത്തെ റൂമിൽ എത്താത്ത എന്തെല്ലോ കോപ്രായ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. ഞാനതിങ്ങനെ അതിശയത്തോടെ ഒന്ന് നോക്കലേനോ. ഇത്താത്ത ഓവറാക്കി ചളാക്കുന്നതിന് മുന്നേ ഉമ്മി നഖയെല്ലാം വേഗം മുറിച്ച് സെറ്റാക്കി തന്നിട്ടുണ്ട്. പിന്നെ ഈ കോറിഡോറിൽ വന്നിട്ട് ഇങ്ങനെ ബോളുകൊണ്ട് കുറച്ച് സമയം കളിക്കും. ഫിസിക്കൽ ആക്ടിവിറ്റി എന്ന് പറയുന്നത് എന്നെ പോലത്തെ കുട്ടികൾക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഗൈസ്. പിന്നെ എൻ്റെ ഉപ്പ ഇപ്പം തള്ളുന്നത് ഇപ്പോൾ ഭയങ്കര ഫുട്ബോൾ പ്ലെയർ ആണെന്നാണ്. അപ്പോൾ വലുതായിട്ട് എനിക്കും അതുപോലെ തള്ളാനുള്ളതുകൊണ്ട് ഞാനും ഇപ്പോഴേ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ആദ്യം എൻ്റെ കൂടെ കളിക്കാൻ അപ്പുറത്തെ റൂമിൽ കുറേ ഇക്കാക്കമാരും ഇത്താത്തമാരും ഉണ്ടാവലുണ്ട്. ഇപ്പോൾ അവരെല്ലാവരും നാട്ടിൽ പോയി. അതുകൊണ്ട് ഇപ്പോൾ ഹൈസ് ബേബി ഒറ്റക്കാണ് ഇങ്ങനെ കളിക്കൽ. പിന്നെ കുറേ സമയമൊന്നും അങ്ങനെ ഇവിടെ നിന്നമ്മ കളിക്കാൻ വിടില്ല. കാരണം കുറച്ച് കഴിഞ്ഞാൽ ബോളുകൊണ്ടുള്ള കളി മാറിയിട്ട് ഞാൻ കൂറനെ കൊണ്ട് കളിക്കാൻ നിൽക്കും. അത് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഉമ്മ നൈസായിട്ട് എന്നെ അടുത്ത റൂമിലിടും. അങ്ങനെ റൂമിലെടുത്തിട്ട് എൻ്റെ കരച്ചിലും ഒച്ചപ്പാടാണ് നിങ്ങളീ കാണുന്നത്. പിന്നെ എന്നെ സോപ്പിടാൻ വേണ്ടിയിട്ട് ഉമ്മ കുറച്ച് ഓറഞ്ച് ജ്യൂസ് എല്ലാം ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഉമ്മക്ക് ഓറഞ്ച് ജ്യൂസ് ആക്കുന്നതിന് പകരം എനിക്ക് അങ്ങനെ തന്നെ തന്നൂടെ. അതാകുമ്പോൾ എനിക്ക് ആടെ ഇടിയും തുപ്പിയിട്ട് റൂമെല്ലാം കച്ചറാക്കി നല്ലൊരു എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും. പക്ഷെ ഉമ്മ ഇപ്പോൾ വളവ് അടിച്ചിട്ടുണ്ട്. ഉമ്മ എനിക്കിപ്പോൾ ജ്യൂസ് ആക്കിയിട്ടാണ് തരുത്ത് ഗൈസ്. പിന്നെ ഉമ്മി എന്തായാലും ഉണ്ടാക്കി കൊണ്ടുവന്നതല്ലേ, വെറുതെ ഡസ്പാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ പറ്റുന്ന പോലെ ഒരു 2-3 വായി കുടിച്ചിട്ടുണ്ടായിനെ. പിന്നെ ഏതോ പാട്ടിൽ പറഞ്ഞ പോലെ ഉമ്മാക്ക് പകുതി ഉപ്പാക്ക് പകുതി എന്ന് പറഞ്ഞിട്ട് ഞാനതവിടെ ബാക്കി വെച്ചിട്ടുണ്ടായിനെ. ഉപ്പാക്ക് പകുതി കിട്ടിയിട്ടുണ്ടോയെന്ന് സംശയമാണ്. മിക്കവാറും ഉമ്മ തന്നെ അത് ഫുള്ള് കുടിച്ചിട്ടുണ്ടാവും. വേണ്ടെന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ചിട്ട് പിന്നെയും തരുന്നതായിട്ട് ഞാൻ ചെറുതായിട്ടൊന്ന് ചുമച്ചിട്ട് കാണിച്ചെടുക്കുന്നുണ്ട്. ഇതാണ് ഗൈസ് എൻ്റെ ട്രിക്ക്. ഇങ്ങനെ ചെയ്താൽ പിന്നെ ഉമ്മ അങ്ങനെ നിർബന്ധിക്കാൻ നിൽക്കില്ല, ഞാൻ വോമിറ്റ് ചെയ്യുമെന്ന് വിചാരിച്ചിട്ട്. അല്ല പിന്നെ ഐസ് ബേബിനോടാ കളി. ജ്യൂസ് കുടിച്ച് കഴിഞ്ഞാൽ തന്നെ ഉമ്മാർക്ക് എൻ്റെ അയൺ ഡ്രോപ്സ് ഇരുന്നുണ്ട്. ഇത് ഞാൻ വീക്ക്ലി 2 times കുടിക്കലുണ്ട്. പിന്നെ ഡെയിലി കുടിക്കുന്ന ഒരു വിറ്റമിൻ D3 ഉണ്ട്. എന്നെ പോലത്തെ ബേബീസ് ഇത് നിർബന്ധമായിട്ടും കുടിക്കണം. പിന്നെ ഇത് കുടിച്ച് കഴിഞ്ഞപ്പോൾ ക്ലാപ്പ് ചെയ്തിട്ട് ഞാൻ എന്നെ സ്വയം അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. ഈ പരിപാടിയെല്ലാം കഴിയുമ്പോഴത്തേക്ക് ഉപ്പാക്ക് ഓഫീസിൽ പോകാൻ സമയമായിന്. ഉപ്പയാണെങ്കിൽ എനിക്കൊരു ചെറിയ താത്തയിൽ വന്നിട്ട് നൈസായിട്ട് എന്നെ കൂട്ടാണ്ട് മുങ്ങാനുള്ള പരിപാടിയാണ്. എനിക്ക് കൂടെ പോകണമെന്ന് നല്ലോണം ഉണ്ടായിന്. പിന്നെ പോകാൻ പറ്റാത്ത ദേഷ്യത്തിന് ഉമ്മാക്ക് 2 അടിയെല്ലാം കൊടുക്കുന്നുണ്ട്. ഉപ്പയാണെങ്കിൽ മനസ്സിൽ ഓക്ക് അങ്ങനെ തന്നെ വേണമെന്നും പറഞ്ഞ് ചിരിച്ചോണ്ട് അങ്ങ് മുങ്ങി. പിന്നെ നേരെ റൂമിൽ വന്ന് കിടന്നിട്ട് ഉപ്പ കൂട്ടാണ്ട് പോയ സങ്കടം ഉമ്മാനോട് ഇങ്ങനെ പറയലാണ്. ഉമ്മയാണെങ്കിൽ അത് കാര്യമായിട്ട് വീഡിയോയിൽ ഷൂട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. സങ്കടം പറഞ്ഞ് എന്നോടങ്ങ് ഉറങ്ങിപ്പോയി ഗൈസ്. പിന്നെ ഇന്ന് പതിവില്ലാണ്ട് നേരത്തെ എണീച്ചുകൊണ്ട് എനിക്ക് നല്ല ഉറക്കമുണ്ടായിന്. എൻ്റെ ഉമ്മയ്ക്കാണെങ്കിൽ നല്ലോണം അറിയാം ഞാനിപ്പോൾ ഒന്നും എണീക്കാൻ പോകുന്നില്ല എന്ന്. അപ്പോൾ ഉമ്മയ്ക്കിത് ഗോൾഡൻ ചാൻസ് ആണ് ഉമ്മിൻ്റെ പണിയെല്ലാം തീർക്കാൻ വേണ്ടിയിട്ടുള്ളത്. ചില സമയം ഉമ്മി എൻ്റെ കൂടെ ഇതേപോലെ കിടന്ന് ഉറങ്ങലുണ്ട്. ഇന്ന് പിന്നെ ഉമ്മിക്ക് എന്തെല്ലോ പണി തീർക്കാനുള്ളതുകൊണ്ട് ഉമ്മി എൻ്റെ കൂടെ ഉറങ്ങിയിട്ടില്ല. പകരം എനിക്കൊരു സപ്പോർട്ടിനായിട്ട് എൻ്റെ കുട്ടൂനെ എൻ്റെ അരിയത്ത് വെക്കുകയാണ് ചെയ്തത്. ഈ കുട്ടൂനെ എൻ്റെ ബർത്ത്ഡേൻ്റെ ഫോട്ടോഷൂട്ടിൻ്റെ സമയത്ത് ഉപ്പ വാങ്ങിച്ചു കൊണ്ടുവന്നതാണ്. ഫോട്ടോ എല്ലാം നല്ല ഐസ്തെറ്റിക് ആയിട്ട് കിട്ടുമെന്നും പറഞ്ഞിട്ട്. എന്തായാലും ഞാനും കുട്ടു നല്ല ഒരു ഉറക്കം പാസ്സാക്കിന് വൈകുന്നേരം വരെ. ശരിക്കും ഉറങ്ങാൻ പറ്റുകൊണ്ട് തന്നെ ഞാൻ നല്ല മൂഡിലാണ് എണീറ്റിട്ടുണ്ടായിന്. എണീച്ചപ്പോൾ തന്നെ എനിക്ക് വിശക്കുന്നുണ്ടായിന്. അതുകൊണ്ട് ഞാൻ ഉമ്മാനോടിങ്ങനെ മമ്മ എന്ന് പറഞ്ഞിട്ട് മമ്മത്തിന് ചോദിക്കുന്നുണ്ടായിനെ. പക്ഷെ ഉമ്മി പറഞ്ഞ് ആദ്യം നമുക്ക് കുളിച്ച് ഫ്രഷ് ആവാം എന്നിട്ട് മമ്മൻ കഴിക്കാമെന്ന്. അതെനിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ഞാൻ കടന്ന് കച്ചറയാക്കുന്നുണ്ട്. പിന്നെ എൻ്റെ മോഡലൊന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ഉമ്മാനെ ചെറുതായിട്ടൊന്ന് കൊഞ്ചിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിലാണ് ഞാൻ ഇപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് കണ്ടത്. പിന്നെ ഇങ്ങനെ മുമ്പിൽ ഗുഡ് ബോയ് ആണ് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുളിക്കാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ ഞാൻ കുളിച്ച് സുന്ദരക്കുട്ടപ്പനായിട്ട് വന്ന്
പിന്നെ ഈ സ്പീക്കർ ചൂണ്ടിക്കാണിച്ചിട്ട് പാട്ട് വെച്ചരാൻ വേണ്ടി പറഞ്ഞിട്ട് ഞാൻ കരഞ്ഞിട്ടുണ്ടായി. അങ്ങനെ എൻ്റെ ഉപ്പ അങ്ങ് പാട്ട് വെച്ച് തന്നിട്ടുണ്ട്. പിന്നെ ഞാൻ അതും കേട്ടിട്ട് ഒരു വൈബിൽ അങ്ങനെ അങ്ങ് കുറച്ച് സമയം ഇരുന്ന്. പിന്നെ ഇങ്ങക്ക് എൻ്റെ കുറച്ച് സ്റ്റെപ്സ് കാണിച്ചിട്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ എണീച്ച് നിന്നിട്ട് ഡാൻസ് കളിക്കലാണ്. എൻ്റെ മമ്മ എന്നോടൊപ്പം പറയും ഞാൻ ഒരേ സ്റ്റെപ്പാണ്. പക്ഷെ എനിക്ക് മമ്മനോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ മുദ്ര ശ്രദ്ധിക്കണം, മുദ്ര എന്നാണ്. പിന്നെ എൻ്റെ ഉമ്മി ഷോ ആക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഡ്രസ്സും ക്രീമെല്ലാം എടുത്തിട്ട് ബെഡിലിങ്ങനെ ഇടുന്നുണ്ട്. പിന്നെ ഞാൻ വേഗം ഡ്രസ്സെല്ലാം ചെയ്തിട്ട് അങ്ങ് മുടുക്കനായി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഉമ്മ ചോറെടുത്തിട്ട് വന്ന്. ഇന്ന് തൈരും ചോറും വന്ന്. ഈ തൈരും ചോറും കഴിക്കാൻ എനിക്ക് നല്ല ഇഷ്ടമാണ്, ഞാൻ വേഗം കഴിക്കും. പക്ഷെ കുറേ തൈരും കുറച്ച് ചോറും ആയിരിക്കണം. പിന്നെ ഇടയ്ക്ക് ഉമ്മി ഇതിൽ എന്തെങ്കിലും വെജിറ്റബിൾസ് ആഡ് ചെയ്തിട്ട് തരാൻ ശ്രമിക്കലുണ്ട്. അതെല്ലാം എനിക്ക് വേഗം മനസ്സിലാവും. പിന്നെ ഫുഡ് വേസ്റ്റ് ചെയ്യാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ഫസ്റ്റ് വായിൽ തന്നെ അതെല്ലാം അങ്ങ് തുപ്പിക്കളയും. ഇന്നിപ്പോൾ ഞാൻ ഉറങ്ങി എണീക്കാൻ ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഫുഡ് കഴിക്കാനും നല്ലോണം ലേറ്റായി. അതുകൊണ്ട് എൻ്റെ ഉമ്മി ഞാൻ വേഗം കഴിക്കുന്ന ഫുഡ് നോക്കിയിട്ട് ഉണ്ടാക്കി കൊണ്ടുവന്നതാണ്. ഫുഡെല്ലാം തന്നു കഴിഞ്ഞപ്പോൾ ഉമ്മാൻ്റെ ഡ്രസ്സ് പിന്നെയും മാറ്റി തരുന്നു. ഇതെന്തിനാ ഇപ്പോൾ പിന്നെയും മാറ്റിയെന്ന് കൺഫ്യൂഷൻ അടിച്ചിരിക്കുമ്പോഴാണ് ഉപ്പ പുറത്ത് പോകുന്ന കാര്യം പറയുന്നത് കേട്ടത്. പിന്നെ എനിക്ക് എക്സൈറ്റ്മെൻ്റ് ആയി. ആദ്യമെല്ലാം ഇടയ്ക്കിടയ്ക്ക് ഉപ്പ എന്നെ പുറത്ത് കളിക്കാനെല്ലാം കൊണ്ടുപോക്കുന്നുണ്ട് പാർക്കിലല്ലോ. പക്ഷെ ഇപ്പം ചൂട് കൂടിയതിന് ശേഷം അങ്ങനെ കൊണ്ടുപോക്കില്ല. അപ്പോൾ ടാറ്റ ഗൈസ്, ഞാൻ പുറത്ത് പോയി പാർക്കിലെല്ലാം കളിച്ചിട്ട് വരാം. ലിഫ്റ്റത്തെ മിററിൽ കാണാൻ നമ്മൾ ഒരു പ്രത്യേക മൊഞ്ചാലേ. അങ്ങനെ മൊഞ്ച് നോക്കുമ്പോഴത്തേക്കും നമ്മൾ താഴെ എത്തി. പിന്നെ ഡോറെല്ലാം തുറന്നിട്ട് നമ്മൾ പുറത്തേക്ക് പോക്കാണ്. പുറത്തു പോയ എക്സൈറ്റ്മെൻറ്റിൽ ഞാൻ കണ്ണി കാണുന്ന ആൾക്കാർക്കെല്ലാം ചാറ്റെല്ലാം കൊടുക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ എത്തിയപ്പോഴാണ് ഇതിൻ്റെ ഉള്ളിലുള്ളൊരു ചതി എനിക്ക് മനസ്സിലായത് ഗൈസ്. ഇവരെല്ലാവരും കൂടി എന്നെ മുടി മുറിക്കാൻ കൂട്ടിക്കൊണ്ടുവന്നതാണ്. അല്ലെങ്കിലും ഈ ചൂടിന് എന്നെ പാർക്കിൽ കളിക്കാൻ കൂട്ടിക്കൊണ്ടുവന്നേരെ ഞാൻ സംശയിക്കേണ്ടതേനു. എടുത്തു എൻ്റെ ഉമ്മയും ചെറുത്താത്തെല്ലാം എടുത്തു. ഓരെല്ലാം ആ ഓവർ സ്നേഹം കണ്ടപ്പോൾ എനിക്ക് എന്തെല്ലോ സംശയം തോന്നിയിട്ടുണ്ടായിന്. എന്നാലും എന്നോട് ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. ഉപ്പാണെങ്കിൽ എന്നെ 8ൻ്റെ പൂട്ടിട്ടിട്ട് ലോക്കാക്കിയിട്ടായിട്ടുണ്ടായിന്. എന്നെ ഒന്ന് അനങ്ങാൻ പോലും വിടുന്നുണ്ടായിട്ടില്ല. പിന്നെ ഞാൻ ഈ മുടി മുറിക്കുന്ന അങ്കിളിനെ ഇമ്പ്രസ് ചെയ്തിട്ട് രക്ഷപ്പെടാൻ വിചാരിച്ചിട്ട് കുറച്ച് ഡാൻസെല്ലാം കളിച്ച് കൊടുത്തിട്ടുണ്ടായിന്. പക്ഷെ നോ രക്ഷ ഗൈസ്. ചെറുത്താത്തയാണെങ്കിൽ ഞാൻ അനങ്ങാണ്ട് നിന്നോടുക്കാൻ വേണ്ടിയിട്ട് ഫോണിലുള്ള എന്തെല്ലോ ലൊട്ടിലൊടുക്ക് വീഡിയോ എല്ലാം എനിക്ക് കാണിച്ചു തരുന്നുണ്ടായിന്. പിന്നെ കുറച്ച് സമയം ഞാൻ കിട്ടിയ ചാൻസിന് ഫോണെല്ലാം നോക്കിയിട്ട് അങ്ങനെ ഇരുന്ന് കൊടുത്ത്. അങ്ങനെ എൻ്റെ മുടി മുറിച്ച് കഴിഞ്ഞ ഗൈസ്. ഇപ്പം എൻ്റെ ഉപ്പൂനെല്ലാം സന്തോഷമായിട്ടുണ്ടാവും. എനിക്ക് തണുപ്പും പനിയും പിടിച്ചപ്പോൾ തൊട്ടിട്ട് പാവം എൻ്റെ മുടിനെയാണ് എല്ലാവരും കുറ്റം പറയുന്നുണ്ടായിന്. എപ്പോൾ വിളിച്ചാലും എൻ്റെ മുടി മുറിക്കി എന്ന് പറയാനേ എൻ്റെ ഉപ്പൂര് നേരം ഉണ്ടായിട്ടുള്ളൂ. എനിക്കാണെങ്കിൽ മുടിയെല്ലാം നീട്ടി വളർത്തി റമോനെ പോലെ ആവാനേനും ആഗ്രഹം. ഇനിയിപ്പോൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇവരെല്ലാം പറയുന്നത് എന്നെ കാണുന്നിപ്പോൾ ക്യൂട്ടായിട്ടുണ്ട് എന്നാണ്. പിന്നെ ഉള്ളിലെ സങ്കടം മറക്കാൻ വേണ്ടിയിട്ട് ഞാൻ കൈയെല്ലാം മുട്ടിയിട്ട് ഓരോ മുമ്പിൽ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിന്. അവിടുന്ന് പിന്നെ നേരെ നമ്മൾ വന്നത് യൂണിയൻ പാർക്കിലേക്കാണ്. ഇവിടുന്ന് കുറച്ച് സമയം അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം ഓടിക്കളിച്ച് അങ്ങനെ ഞാൻ എൻ്റെ വേദന അങ്ങ് മറന്ന്. സാധാരണ ഇവിടെ ഈ സമയത്ത് കുറേ പൂച്ചകൾ ഉണ്ടാകലുണ്ട്. പക്ഷെ ഇന്ന് നോക്കിയിട്ട് ആരെയും കാണുന്നില്ല. അപ്പം ഞാനിങ്ങനെ വെറുതെ ലേറ്റെല്ലാം കണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കലാണ്. ചൂടായതുകൊണ്ട് തന്നെ പിന്നെ അവിടുന്ന് കുറേ സമയം നിന്ന് കറങ്ങാണ്ട് നമ്മൾ നേരെ റൂമിലേക്ക് വന്ന്. പിന്നെ എൻ്റെ മുടി മുറിച്ചുകൊണ്ട് ഉമ്മ എന്നെ ഒന്നും കൂടി കുളിപ്പിച്ചിട്ടുണ്ടായിന്. ഞാൻ ബിഗ് ബോയ് ആയി ഗൈസ്. കണ്ട ഞാൻ ഒറ്റയ്ക്ക് തന്നെ ദോശ തിന്നുന്ന. പിന്നെ ഒറ്റ പ്രശ്നമേ ഉള്ളൂ, ഞാൻ വായിലുള്ളത് ഇറക്കുന്നതിന് മുമ്പ് അടുത്തതെടുത്തിട്ട് വായിലിടും. അതുകൊണ്ടാണ് ഉമ്മ അരിയെ തന്നെ ഇരുന്നിന്. ദോശ ഞാൻ കുറച്ച് മാത്രം കഴിച്ച് ബാക്കിയായതുകൊണ്ട് ഉമ്മ കുറച്ച് ബ്ലൂബെറി എടുത്തിട്ട് വന്ന്. ഞാനാണെങ്കിൽ അത് ഫുള്ളായിട്ട് ഒപ്പരം തന്നെ വായിലിടണം എന്ന് പറഞ്ഞ് വാശി പിടിച്ച് കരയിലേനു. പിന്നെ ഉമ്മ ഇതുപോലെ ഓരോന്നോരോന്ന് കയ്യിലെടുത്തിട്ട് എന്നോട് തന്നെ കഴിച്ചു എന്ന് പറയലാണ്. ഇങ്ങനെ വേണ്ടാത്ത എന്തെങ്കിലും കാര്യത്തിന് ഉമ്മാനെ ചെറിയാക്കിയിട്ടില്ലെങ്കിൽ എനിക്ക് അന്നൊരു സമാധാനം ഉണ്ടാവില്ല. ഇതെല്ലാം എനിക്കാകെയുള്ളൊരു എൻ്റർടൈൻമെൻറ്റ്. ഇന്നത്തെ കലാപരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് എന്നോടൊന്ന് ഉറങ്ങിപ്പോയി ഗൈസ്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങളോടെല്ലാം ഗുഡ് നൈറ്റ് എല്ലാം പറഞ്ഞിട്ട് ഉറങ്ങണമെന്നേനു എൻ്റെ പ്ലാൻ. പക്ഷെങ്കിൽ പെട്ടെന്നേനു എന്നോട് ഉറങ്ങിപ്പോയത്. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ എൻ്റെ ഉമ്മാനോട് പറയണേ. അപ്പം ഞാൻ ഇങ്ങനത്തെ വീഡിയോ ആയിട്ട് പിന്നെയും വരുന്നതായിരിക്കും. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എൻ്റെ ഉമ്മാൻ്റെ കുക്കിംഗ് വീഡിയോ കണ്ടിട്ട് ഇങ്ങനെ ബോറടിച്ചിരിക്കേണ്ടി വരും. പിന്നെ എല്ലാവരും എൻ്റെ ഉമ്മാൻ്റെ ചാനലെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ ഗൈസ്. എന്നാലേ എനിക്ക് വീണ്ടും വരാൻ പറ്റുള്ളൂ. അപ്പോൾ പിന്നെ ഗുഡ് നൈറ്റ് ഗൈസ്, ബൈ.